ഭയപ്പെട്ടതുപോലെ ഒന്നും തന്നെ സംഭവിച്ചില്ല. ഡി.കെ. ശിവകുമാറിന് ഇനി ധൈര്യമായിട്ട് മുന്നോട്ടു പോകാം. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കർണാടക മുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറിനെതിരെ അന്വേഷണം തുടരാനാകില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി. ഇക്കാര്യം ആവശ്യപ്പെട്ട് സിബിഐയും ബി.ജെ.പി. നേതാവ് ബസനഗൌഡ യഗ്നാലും സമർപ്പിച്ച ഹർജികളാണ് ഹൈക്കോടതി തള്ളിയത്. ശിവകുമാറിനെതിരെ സിബിഐ അന്വേഷണത്തിനുള്ള അനുമതി പിൻവലിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കത്തെ ചോദ്യം ചെയ്തായിരുന്നു ഹർജികൾ സമർപ്പിച്ചത്. സിബിഐ ഹർജി ഹൈക്കോടതിയുടെ അധികാരപരിധിയിൽ നിലനിൽക്കില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. സിബിഐക്ക് സുപ്രീം കോടതിയെ സമീപിക്കാമെന്ന് ഹൈക്കോടതി പറയുന്നുണ്ട്. എന്നിരുന്നാലും നിലവിൽ ശിവകുമാറിനെതിരായ അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കാൻ കഴിയില്ല. കേസ് നിലവിൽ ലോകായുക്തയ്ക്ക് കൈമാറിയിരിക്കുകയാണ്. കഴിഞ്ഞയാഴ്ച ലോകായുക്ത പാനലിന് മുൻപാകെ ഡി.കെ. ഹാജരായിരുന്നു. 2020 സെപ്റ്റംബറിൽ ബി.ജെ.പി. സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച സിബിഐ അന്വേഷണത്തിനുള്ള അനുമതി കഴിഞ്ഞ വർഷം നവംബറിൽ കോൺഗ്രസ് പിൻവലിച്ചിരുന്നു. 2013 മുതൽ 2018 വരെ ഡി.കെ. ശിവകുമാർ വരവിൽ കൂടുതൽ സ്വത്ത് സമ്പാദിച്ചു എന്നാണ് സിബിഐയുടെ കണ്ടെത്തൽ. ഈ സമയം കോൺഗ്രസ് സർക്കാരിൽ മന്ത്രിയായിരുന്നു അദ്ദേഹം. ഡിസംബറിൽ കേസ് ലോകായുക്തയ്ക്ക് കൈമാറിയതോടെയാണ് തർക്കം രൂക്ഷമായത്. തുടർന്ന് അന്വേഷണത്തിനുള്ള അനുമതി പിൻവലിച്ചതിനെ ചോദ്യം ചെയ്ത സിബിഐ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. മുതിർന്ന അഭിഭാഷകരായ കപിൽ സിബൽ, അഭിഷേക് മനു സിംഗ്വി എന്നിവരാണ് ശിവകുമാറിനു വേണ്ടി ഹാജരായത്. അതേസമയം മുഠ തട്ടിപ്പു കേസിലും മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് ആശ്വാസമുള്ള വാർത്തയാണെത്തിയത്. മുഖ്യമന്ത്രിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയ ഗവർണറുടെ നടപടിയിൽ ഹൈക്കോടതി അനുവദിച്ച ഇടക്കാല സ്റ്റേ തുടരണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം തന്റെ പ്രോസിക്യൂഷന് ഗവർണർ അനുമതി നൽകിയതിനെ ചോദ്യം ചെയ്ത് സിദ്ധരാമയ്യ സമർപ്പിച്ച റിട്ട് ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കും. നാളെ വരെയാണ് സ്റ്റേ അനുവദിച്ചിരിക്കുന്നത്. ഗവർണർ സംയമനം പാലിക്കണമായിരുന്നുവെന്ന് സിദ്ധരാമയ്യയെ പ്രതിനിധീകരിച്ച് മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വി വാദിച്ചിരുന്നു. ഗവർണറുടെ പ്രോസിക്യൂഷൻ അനുമതി യുക്തിരഹിതമാണെന്നും പ്രായോഗികമല്ലാത്തതും സ്വാഭാവിക നീതി തത്വങ്ങളുടെ ലംഘനവുമാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് ഗവർണർക്ക് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായത്. അതേസമയം ഡി.കെ. ശിവകുമാറിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ പ്രാഥമിക അന്വേഷണത്തിൽ ഡി.കെ. ശിവകുമാറുമായി ബന്ധപ്പെട്ട് കണക്കിൽപ്പെടാത്ത സ്വത്ത് വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി ഇൻകം ടാക്സ് കണ്ടെത്തിയിരുന്നു. എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്നായിരുന്നു ശിവകുമാർ നേരത്തെ ആരോപിച്ചത്. താൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തൂക്കിലേറ്റിട്ടേയെന്നും നിശബ്ദനായിരിക്കാൻ തയ്യാറല്ലെന്നും ശിവകുമാർ അന്ന് പറഞ്ഞിരുന്നു. ശിവകുമാറിന്റെ ഭാര്യയും അമ്മയും നേരിട്ട് ഹാജരാകാൻ ഇഡി സമൻസ് അയച്ചിരുന്നു. എന്നാൽ ഇത് ഡൽഹി ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. കുറ്റപത്രത്തിൽ ശിവകുമാറിന്റെ ഭാര്യയുടെയും അമ്മയുടെയും പേരുകൾ ഇഡി പരാമർശിച്ചിരുന്നില്ല. ശിവകുമാറിന്റെ ബംഗളൂരുവിലെ സ്വത്തിൽ നിന്ന് 2.5 കോടി ഉൾപ്പെടെ 10 കോടി രൂപ 2017 വകുപ്പ് കണ്ടെത്തിയിരുന്നു. 2017 ഓഗസ്റ്റ് 3 ശിവകുമാറിന്റെ വസതിയിലും 44 കോൺഗ്രസ് ഗുജറാത്ത് MLA മാർ താമസിക്കുന്ന ഈഗിൾട്ടൺ ഗോൾഫ് റിസോർട്ടിലും ഇൻകം ടാക്സ് റെയ്ഡ് നടത്തിയിരുന്നു.